ഹലോ കൂട്ടുകാരെ, എല്ലാവരെയും മാഗ്നാമര മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏകലവ്യ ബാച്ചിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പെർസെൻറ്റേജിൻ്റെ അടുത്ത ക്ലാസ് ചെയ്യുകയാണ്. ഓൾറെഡി 18 ക്ലാസ്സുകളോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഏകലവ്യ ബാച്ചിൽ തരുന്നത്. 0 to ഹീറോ ലെവൽ എല്ലാ ലെവലുള്ള ആൾക്കാർക്കും ഏറ്റവും ബേസ് മുതൽ നമ്മൾ ഒരു ചാപ്റ്ററിനെ പഠിക്കുകയാണ്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കണ്ട്, എല്ലാം ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്, ഇതെല്ലാം കണ്ട് നോട്ട് എഴുതി സെറ്റായിട്ട് വരിക. അപ്പോൾ ഇത് പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ ഏകദേശം അവസാനിക്കാറായി. പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ കഴിയുമ്പോൾ ഇതെല്ലാം ഈ ചെറിയ പാർട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഇതുവരെ നമ്മൾ എഴുതിയ ക്ലാസ് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അർജുന ബാച്ചും ഇതുപോലെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്, മാഗ്നാമൻറ്റർ മലയാളം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേരളത്തിൽ നിന്നും എക്സാം എഴുതുന്ന, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എഴുതുന്ന SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ സിവിൽ സർവീസിൻ്റെ CSAT ഉണ്ട്, അങ്ങനെയുള്ള എക്സാമുകൾ എഴുതുന്ന എല്ലാവർക്കുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് മെത്തേഡ്സ്, ഒരുപാട് നല്ല നല്ല മെത്തേഡ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പെർസെൻറ്റേജിൻ്റെ തന്നെ 100 ക്വസ്റ്റ്യനോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി പെർസെൻറ്റേജിൻ്റെ 100 ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പെർസെൻറ്റേജിൻ്റെ നെക്സ്റ്റ് ലെവൽ 2 പോവുകയാണ്. അപ്പോൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് CGL മെയിൻസ്, അതേപോലെ CHSLൻ്റെ മെയിൻസ്. നമുക്കിപ്പം ബാങ്കിൻ്റെ PO ലെവൽ പറയാം, ബാങ്ക് PO ലെവൽ പറയാം, നമ്മളുടെ CSAT എക്സാം. അപ്പോൾ ഇതിനെല്ലാം മെയിനായിട്ട് ഇതിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാ എക്സാമിന് പഠിക്കുന്നവരും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, അതിലൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കുഴപ്പമില്ല, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം? മനസ്സിലാക്കി തരാം. ക്ഷമയോടെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ പോവുകയാണ്. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എല്ലാം അങ്ങ് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല, നമുക്ക് നോക്കാം. ഈ 25% ഓഫ്, ഇപ്പോൾ ഇതുവരെ ഉള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റൂ. ഇനി കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും പറയുന്നത്, കാരണം ഓൾറെഡി കൺസെപ്റ്റുകളെല്ലാം നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ ഡെയിലി മാത്സിൻ്റെ കാൽക്കുലേഷൻ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഒരിക്കലും അതിന് ഗ്യാപ്പ് വരുത്തരുത്. If 25% of half of x is equal to 2.5 times the value of 30% of 1/4 of y, then x is what percentage more or less than y? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് പറയാം, എക്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വൈയെ അപേക്ഷിച്ച് എക്സിനുള്ള ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ്. വൈയെ അപേക്ഷിച്ച്, എന്തുകൊണ്ടാണ് വൈയെ അപേക്ഷിച്ച് എന്ന് പറയുന്നത്? മോർ ഓർ ലെസ് ദാൻ വൈ, ദാൻ കഴിഞ്ഞിട്ട് വൈ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം വൈയെ ബേസ് ചെയ്തുകൊണ്ട് എക്സിനുണ്ടാവുന്ന എക്സിനുള്ള ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സിൻ്റെയും വൈയുടെ റേഷ്യോ വേണം, അല്ലെങ്കിൽ y/x നമുക്ക് വേണം. അത് നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതേണ്ടതിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനത്തോട്ട് കടക്കുകയാണ്. 25% ഓഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് 25% ഓഫ് ഇൻറ്റു ആണ് ഹാഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2.5 ടൈംസ്. 2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5/2 എന്ന് പറയാം, 5/2. 2.5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് ദ വാല്യൂ ഓഫ് 30%. 30% 3/10 ആണ്. 30% ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് ഓഫ് 1/4 ഓഫ് വൈ. പിന്നെ അത് നമുക്ക് y/x കണ്ടുപിടിച്ചൂടെ? y/x നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ഇവിടെ എഴുതിയാൽ മതി. വൈക്ക് എന്ത് കിട്ടും? എക്സിന് എന്ത് കിട്ടും? y/x വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തുള്ള ഈ രണ്ടും ക്യാൻസൽ ചെയ്യാം. ഈ 5ഉം 10ഉം കൂടെ ഇവിടെ 2ആയി. ഈ 4ഉം പോയി. ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ y/x എന്ന് പറഞ്ഞാൽ 2 ഇങ്ങോട്ട് പോകും, 3 ഇങ്ങോട്ട് വരും, എക്സ് താഴോട്ട് പോകും. ഓക്കെ, 2/3. y 2 ആണെങ്കിൽ എക്സ് എത്രയാണ്? 3 ആണ് അല്ലേ? y/x 2/3. അപ്പോൾ y 2 ആണെങ്കിൽ എക്സ് എത്രയാണ്? 3 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ വൈ ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്? എത്രയാണ് കൂടുതൽ? എപ്പോഴും പറഞ്ഞു, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി? റേഷ്യോ മതി. ഒറിജിനൽ വാല്യൂവിൻ്റെ ആവശ്യമില്ല. എക്സിൻ്റെയും വൈയുടെയും ഒറിജിനൽ വാല്യൂവിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ എത്രയാണ് കൂടുതൽ? 1 ആണ് കൂടുതൽ. ആരെ വെച്ച് നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്? വൈ ആണ്. അപ്പോൾ 1/2 50% എന്താണ്? കൂടുതലാണ്. ലെസ് ആണോ? അല്ല, ലെസ് അല്ല. ശ്രദ്ധിച്ചോണം, ഇത് സില്ലി മിസ്റ്റേക്ക് ആണ്. 50 എന്ന് കാണുമ്പോൾ ചാടിക്കേറി 50% ലെസ് എഴുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൈയേക്കാളും
1 കൂടുതലാണ്. ഇപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 50% മോർ കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. അത് മോർ ആണോ ലെസ് ആണോ നോക്കിക്കഴിഞ്ഞാൽ എക്സ് വൈയേക്കാളും 50% കൂടുതലാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സാമിനേഷൻ the score of A was 10% less than that of B. The score of B was 25% more than that of C. And the score of C was 20% less than that of D. If A scored 72, then the score of D ആ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എയുടെ റിലേഷൻ, ബിയും സിയും തമ്മിലുള്ള റിലേഷൻ, സിയും ഡിയും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് എ തന്നിട്ടുണ്ട്, എന്നാൽ ഡി വേണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. സ്കോർ ഓഫ് എ വാസ് 10% ലെസ് ദാൻ ബി. അപ്പോൾ നമുക്ക് എ ബൈ ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എ ബൈ ബി ഇൻറ്റു ബി ബൈ സി ഇൻറ്റു സി ബൈ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബൈ ഡി കിട്ടും. മനസ്സിലായോ? ബിയും ക്യാൻസൽ ചെയ്ത് സിയും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് പറയാം? എ ബൈ ഡി കിട്ടും. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ആ ഒരു റേഷ്യോ നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എ വാസ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമല്ല, ഇതൊക്കെ മൈൻഡിൽ വരേണ്ട കാര്യമാണ്. സ്കോർ ഓഫ് എ വാസ് 10% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. അതായത് ബി 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഇതൊക്കെ അറിയാവുന്നതാണ്, ഏകലവ്യ ആയതുകൊണ്ട് നമ്മൾ എഴുതുവാണ്. ഓക്കെ, 10% ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. അതായത് ബി 10 ആണെങ്കിൽ എ എത്രയാണ്? 1 കുറവാണ്. അതിന്റെ 10% 1 കുറച്ച് എത്രയാണ്? 9 ആണ് എ എന്ന് പറയുന്നത്. ഇനി ബി ബൈ സി വേണം. സ്കോർ ഓഫ് ബി വാസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് സി. 25% 1/4 ആണ്. അപ്പോൾ 4 ദാറ്റ് ഓഫ്, അതായത് ബേസ് വരുന്നതാണ് നമ്മൾ ഡിനോമിനേറ്റർ എഴുതുന്നത്. അപ്പോൾ 4 ആണ് സി എങ്കിൽ, സി 4 ആണെങ്കിൽ ബി എന്താണ്? 1 കൂടുതലാണ്, മോർ ആണ്. അപ്പോൾ 1 കൂടുതലാണെങ്കിൽ ബി 5 ആണ്. ഇനി സി ബൈ ഡി വേണം. ആൻഡ് ദ സ്കോർ ഓഫ് സി വാസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി. അതായത് 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ ഡി 5 ആണെങ്കിൽ സി എന്താണ്? അതിൽ നിന്നും 20% ലെസ്, 5ൽ നിന്നും 1 കുറച്ച് ഡി 4 ആണ്. അപ്പോൾ നമുക്ക് എ ബൈ ഡിയുടെ വാല്യൂ കിട്ടും. എത്ര കിട്ടും? ഇത് കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയാം. ഇവിടെ 2 ഇതൊരു വെട്ടി 2 വന്നു. പിന്നെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, 2 ഇവിടെ 2 വന്നു. അതായത് 9/10 വന്നു. അതായത് ഇതെന്ന് പറഞ്ഞാൽ 9 എന്ന് പറയുന്ന വാല്യൂ എയെ സൂചിപ്പിക്കുമ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ ആരെ സൂചിപ്പിക്കുന്നു? നമ്മളുടെ ഡി എ സൂചിപ്പിക്കുന്നു. അപ്പോൾ 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള എത്ര ക്വസ്റ്റ്യനിൽ? 72. അപ്പോൾ 9നെ 8 കൊണ്ട് ഗുണിച്ചേക്കുക. അപ്പോൾ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര ആയിരിക്കും? 10നെ 8 കൊണ്ട് ഗുണിച്ച് നമുക്ക് 80 എന്ന് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇതിന് വലിയ എഴുതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ ഇതേപോലെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 9/10 ഇൻറ്റു 25%, 4/5/4 ഇൻറ്റു സി വാസ് 20 ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി. എങ്ങനെ ഞാൻ ഈ അടിയിൽ എഴുതുന്നത്? ദാൻ കഴിഞ്ഞ് വരുന്നതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ 5 ആണെങ്കിൽ ഇവിടെ ലെസ് ആണ്. അപ്പോൾ 4 1 ഇതും വെട്ടിപ്പോയി അല്ലേ? ഇതും ഡയറക്റ്റ് വെട്ടാം. 9/10 കിട്ടും. എ ബൈ ഡി ഇത്രയൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. എ ബൈ ഡി 9/10. 9ന്റെ വാല്യൂ 72, 10ന്റെ വാല്യൂ 80. ഇത്രയും സ്റ്റെപ്പ് എഴുതി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലെവല് എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ, നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ ഇട്ടിട്ട് വളരെ വ്യൂ ഒക്കെ നല്ല കുറവാണ്. നമ്മൾ റെയിൽവേയുടെ ഒക്കെ ക്ലാസ്സിൽ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നില്ല എന്ന് കണ്ടിട്ടാണ് എനിക്ക് ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് തന്നെ കുറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യും, ക്ലാസ് എന്തായാലും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഇരിക്കത്തില്ല. അപ്പം അന്ന് ആ ഒരു നിങ്ങൾ അത്ര സപ്പോർട്ട് തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ചെയ്യും. പക്ഷെ ഇനി അങ്ങനെയില്ല, എന്ത് ചെയ്യും? എന്തായാലും കറക്റ്റായിട്ട് തന്നിരിക്കും. 2 numbers are 8 1/3 and 12 1/2 less than a third number respectively. Then the first number is what percentage more than the second number? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ സ്വന്തമായിട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ക്യാറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ പണ്ട് ചോദിച്ചാണ്, 2019 ചോദിച്ചാണ്. ഇനി ഇത് SSC എക്സാമിനൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഈ ടൈപ്പ് ചെയ്തത് 2 numbers are 30% ലെസ് ദാൻ 25% ലെസ് ദാൻ അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടെ എന്ത് വന്നു? ഫ്രാക്ഷൻ വന്നു. 8 1/3% എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷനിലെ വാല്യൂ? 1/12 ആണ്. അതുപോലെ 12% എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷനിലെ വാല്യൂ? 1/8 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 numbers are 1/12 ആൻഡ് 1/8 ലെസ് ദാൻ ദ തേർഡ് നമ്പർ. അപ്പോൾ തേർഡ് നമ്പറിനെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തേർഡ് നമ്പറിനെ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ തേർഡ് നമ്പർ ഒരു സെയിം നമ്പർ ആക്കണം. അപ്പോൾ ഇവിടെ 12നെയും 8നെയും, കാര്യം ഡിനോമിനേറ്ററിനെ കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 12 ആണെങ്കിൽ, തേർഡ് നമ്പർ 12 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണ്? 1 കുറവാണ്. 12ന്റെ 8 1/3% ആണ് 1 എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. 11 ആണ്. ഇത് 8 ആണെങ്കിൽ മറ്റേത് 8നേക്കാളും 1 കുറച്ച് 7 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ തേർഡ് നമ്പറിനെ നമുക്ക് എന്താക്കാം? സെയിം ആക്കാം. മേളിന് താഴെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? ഇവിടെ 24 ആവും. ഇവിടെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. മേളിന് താഴെ ഒരു നമ്പറിനെ
ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിൽ ചേഞ്ച് വരത്തില്ല. അപ്പോൾ തേർഡ് നമ്പറിനെ ഞാൻ 24 എടുത്താൽ നമ്മുടെ ഫസ്റ്റ് നമ്പർ അതിനേക്കാളും എന്താണ് 2 കുറവാണ്. 2/24 8/3. 1/12 എന്ന് പറയുന്നതും 2/24 എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അപ്പോൾ തേർഡ് നമ്പറിനേക്കാളും 2 കുറവാണ് ആരെന്ന് പറയുന്നത്, ലെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറവ് പറഞ്ഞത്. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, അതേപോലെ തേർഡ് നമ്പർ. തേർഡ് നമ്പർ 24 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണ്, ഇതിൽ നിന്നും 24ൽ നിന്നും 2 കുറവ്, അതായത് 22 ആണ്. അതുപോലെ നമ്മുടെ ആരാണ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കുറവാണ്. കാര്യം 24 ആണെങ്കിൽ 24ൽ 3 കുറവ്, 3 കുറവാണ്. 24നേക്കായി 3 കുറച്ച് 21 ആണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. ദെൻ ഫൈൻഡ് ഫസ്റ്റ് നമ്പർ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇത് സെക്കൻഡ് നമ്പറിനേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? 1 കൂടുതൽ. ആരേക്കാളുമാണ്? സെക്കൻഡ് നമ്പറിനേക്കാളും. സെക്കൻഡ് നമ്പറാണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ 1/21. 1/21 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. 1/21 എന്ന് പറയുമ്പോൾ നിങ്ങൾ 100 ആയിരിക്കും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർസെൻറ്റേജ് ഇട്ടോ. 100/21 4 വട്ടം, പിന്നെ 16/21. 4/16/21 പെർസെൻറ്റേജ്. 4 വട്ടം പോയി 84, ബാക്കി ശിഷ്ടം 16, എന്നിട്ട് ഡിവൈസർ അതേപോലെ എഴുതും. 4/16/21. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇതെല്ലാം. ഈ മെത്തേഡുകൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ 100 എഴുതി 108 1/3 ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഈ ഒരു മെത്തേഡ് നമ്മൾ എന്തുകൊണ്ടാണ് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ പഠിക്കേണ്ടത് എന്നതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ പെർസെൻറ്റേജ് വാല്യൂ ഇവിടെ ചിലപ്പോൾ 14/2/7 അതൊക്കെ തരും. അത് തന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ആ മൂന്നാമത്തെ നമ്പറിനെ എന്താക്കാം, സെയിം ആക്കി ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ ക്വസ്റ്റ്യൻ. അടുത്തത് ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ, ഓപ്ഷൻ എന്ത് വരുമെന്ന്. ആൻസർ കിട്ടുന്നുണ്ടോ? 5% ഓഫ് എയുടെ വാല്യൂ ആണ് നമുക്ക് ബി എന്ന് വന്നിട്ടുള്ളത്. 5% ഓഫ് എ ആണ് ബി. ദെൻ B% ഓഫ് 20 സെയിം ആസ് B% ഓഫ് 20 വേണം. അപ്പോൾ ഇവിടെ നമുക്ക് B% എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് B% പറഞ്ഞാൽ ഇവിടെ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ വരും. പെർസെൻറ്റേജ് സിമ്പിൾ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്ക്, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5% ഓഫ് എ. അപ്പോൾ 5% ഓഫിന് നമുക്ക് ഓഫ് തന്നെ കൊടുക്കാം, ഓഫ് എ. അതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ B% ആകുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു പെർസെൻറ്റേജ് വരും, കുഴപ്പമില്ല. അപ്പോൾ എന്തായി? B% ആയി. ഇത്രയും ബി ആണ് കേട്ടോ. ഇത്രയും ക്വസ്റ്റിന് തന്നിട്ടുള്ള പോലെ എന്താണ്, ബി ആണ്. ഒരു പെർസെൻറ്റേജ് ഇട്ടു, ഓഫ് 20 എന്ന് പറയുമ്പോൾ ഇൻറ്റു 20 ആണ്, ഓഫ് 20. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റിന് നോക്കണം, ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനകത്ത് ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഒരു ഓഫും ഉണ്ട്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ഇവിടെ കിടപ്പുണ്ട്, ഒരു ഓഫ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് വേണ്ട, ബാക്കി ഒരു പെർസെൻറ്റേജിനെയും വേണ്ട, ഒരു ഓഫിനെയും വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട് ബാക്കി? ഈ 5ഉം പെർസെൻറ്റേജും എന്ന് പറഞ്ഞാൽ 5%. 5% എന്ന് പറഞ്ഞാൽ എത്ര? 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. അപ്പോൾ 1/20 ആകുമ്പോൾ ഇവിടെ 1/20യും ഇവിടുത്തെ 20യും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഒന്ന് എഴുതാം, 1/20% ഓഫ് എ ഇൻറ്റു 20 വരും. 20 വെട്ടിപ്പോയി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1% ഓഫ് എ ആയിരിക്കും നമ്മുടെ ആൻസർ. 1% ഓഫ് എ. അങ്ങനെ 1% ഓഫ് എ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇവിടെ 20% ഓഫ് A/2 എന്ന് പറഞ്ഞാൽ 2 വെച്ച് കിട്ടുമ്പോൾ ഇത് 10% ഓഫ് എ വരുന്നു. ഇത് 50% ഓഫ് A/20. ഇതൊരിക്കലും 1% ഓഫ് എ വരത്തില്ല. ഇത് 50% A/2. ഇത് 25% ഓഫ് എ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എത്ര വരും? 20 വെട്ടിപ്പോയി 20% ഓഫ് A/20. അല്ലെങ്കിൽ ഇത് തന്നെ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇനി അത്രയും പോയില്ലെങ്കിൽ ഇത്രയും പോകേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് എഴുതാം. നമുക്ക് 5% ഓഫ് എക്ക് വരാം, ബിക്ക് വരാം, അത്രയും കൊടുക്കാം. അപ്പോൾ ഇവിടെ 5% ഓഫ് എ പിന്നെ ഒരു പെർസെൻറ്റേജ് ഓഫ് 20 വരും. അപ്പോൾ ഇനി 5% നമുക്ക് ഒരു പെർസെൻറ്റേജും ഒരു ഓഫും ഉണ്ട്, ഒരു എയും ഉണ്ട് അവിടെ. ഇനി 5% കഴിഞ്ഞാൽ 1/20 ആണ്. 1/20 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്ക് 1/20 കൊടുക്കാം. 5% 1/20 ആണ്. അപ്പോൾ നമുക്ക് ഈ 20 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 20% ഓഫ് A/20 ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു എന്താ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ 100 ഇടാൻ നിൽക്കണ്ട. എനിക്ക് 100 ഇടാൻ നിൽക്കേണ്ട, വേഗത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. 1 സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എക്ക് 100 കൊടുക്കുമ്പോൾ ബി എത്ര വരും? 5 വരും. പിന്നെ B% ഓഫ് 20. ഇപ്പോൾ 5% ഓഫ് 20 എന്ന് പറഞ്ഞാൽ 1 വരുന്നത്. എന്നിട്ട് ഓപ്ഷനിൽ എന്ത് ചെയ്യണം? അല്ലേ, B% ഓഫ് 20. 5% ഓഫ് 20. 5% ഓഫ് 20. 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. അപ്പോൾ 20/20 നമുക്ക് എന്ത് വരും? 1 എന്ന് വരും. 5% 1/20 ആണെന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം?
എക്ക് 100 ബിക്ക് 5 കൊടുക്കുമ്പോൾ 1 വരുന്നു എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ അതിൽ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? ഇത് തന്നെ ആയിരിക്കും. രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മെത്തേഡ് തന്നെ ആയിരിക്കും എളുപ്പമായിട്ടുള്ളത്. നിങ്ങൾ ഈ വേരിയബിൾ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് X% ഓഫ് എ, അപ്പോൾ ഇതൊക്കെ മെയിൻസിന് പോകുന്നവർക്കും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റെയിൽവേക്ക് പോകുന്നവർക്കും എല്ലാം. ഇഫ് X% ഓഫ് എ ഈ സെയിം ആസ് Y% ഓഫ് ബി, then Z% ഓഫ് ബി വിൽ ബി. ഓക്കെ, അപ്പോൾ ഓപ്ഷനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് X% ഓഫ് എ എന്ന് പറഞ്ഞാൽ X/100 ഇൻറ്റു എ. അവിടെ നമുക്ക് വേറെ ഷോർട്ട് കട്ടുകളൊന്നും ഉപയോഗിക്കേണ്ട, അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ സെയിം ആസ് Y% Y/100 ഓഫ് ഇൻറ്റു ബി എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100 പോയി നമുക്ക് ഇവിടെ ബി ആ ഉള്ളത് കണ്ടോ, ക്വസ്റ്റിനകത്ത് അവർ ബി ആ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബി എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി എന്ന് പറഞ്ഞാൽ AX ഡിവൈഡഡ് ബൈ വൈ അങ്ങ് താഴെ പോകും. ബി വെക്കണമെങ്കിൽ വൈ അങ്ങ് താഴെ പോകും. AX/Y ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. Z% ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് വരാം AX/Y എന്ന് കൊടുക്കാം. അപ്പോൾ AX/Y ഇൻറ്റു Z%. ഇപ്പം നമ്മുടെ ആൻസറിനകത്ത് ഡിനോമിനേറ്ററിൽ ആര് കാണും? വൈ കാണും. ഡിനോമിനേറ്ററിൽ വൈ കാണും, മേളിൽ ആരൊക്കെ കാണും? A ഇൻറ്റു X ഇൻറ്റു Z കാണും. A ഇൻറ്റു X ഇൻറ്റു ഇസഡും ഡിനോമിനേറ്ററിൽ വൈയും വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വേരിയബിൾ കണ്ട് പേടിക്കരുത്, അത്രേ ഉള്ളൂ. അടിയിൽ വൈ വരുന്ന ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രോഡക്റ്റ് A ഇൻറ്റു X ഇൻറ്റു Z വരും, പിന്നെ ഒരു പെർസെൻറ്റേജ് വരും, വൈ വരും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ ഓർഡർ ടു മാക്സിമൈസ് ഹിസ് ഗെയിൻ. ഓക്കെ, ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കേ. In order to maximize his gain, a theatre owner decided to renovate his theatre. Due to renovation, the seating capacity decreased from 840 to 720. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കഥയുടെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് തുടങ്ങുമ്പോൾ ഡിസൈഡ് ആയിക്കോട്ടെ. ഡ്യൂ ടു റെനോവേഷൻ സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, ടിക്കറ്റ് പ്രൈസ് കൂടി. വാട്ട് ഇസ് ദ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റവന്യൂ? ഇതേ സെയിം ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സീറ്റിൻ്റെ എണ്ണം ഇൻറ്റു ടിക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മതി? റേഷ്യോ മതി. ചുമ്മാ ഇത് ഇത്രയൊന്നും എഴുതണ്ട. സീറ്റിംഗ് കപ്പാസിറ്റി ഇൻറ്റു ടിക്കറ്റ് പ്രൈസ്, അതാണ് നമ്മളുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി 840 720 ആയി. റേഷ്യോ എടുത്താൽ മതി. ഒരു പൂജ്യം പോയി 84 റേഷ്യോ 72. 12 വെച്ച് കിട്ടുമ്പോൾ 12 ഗുണം 7 12 ഗുണം 6 7:6. 7 നിന്നും 6 മാറി. ടിക്കറ്റ് പ്രൈസ് എന്തായി? നമുക്ക് എന്ത് മതി? പെർസെൻറ്റേജ് ചേഞ്ച്. അതിന് ഒറിജിനൽ വാല്യൂവിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും നിങ്ങൾ 840 ഇൻറ്റു 1530 ഒന്നും ഒരിക്കലും ചെയ്യരുത്. ഇനി ടിക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് വരും? 1530 റേഷ്യോ 1870. ഈ പൂജ്യം കളയാം. 153 187. അപ്പോൾ ഇത് ഡെയിലി മാത്സിൻ്റെ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ 153 കാണുമ്പോൾ തന്നെ 17 ഗുണം 9 ഡെയിലി എഴുതുന്നതാണ്. 17 ഗുണം 9 ആണ് 153. ഈ 187 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 17 ഗുണം 11 അല്ലേ? 17 ഗുണം 11 170 17. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 17 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 കിട്ടും, ഇവിടെ 11 കിട്ടും. അതായത് 9:11 കിട്ടും. ഇനി ഫൈനൽ ഇവിടെ റവന്യൂവിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് റേഷ്യോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 2, 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 3. കാര്യം ഇവിടെ താഴോട്ട് 7 ഗുണം 9 എഴുതിയാലും ഇതിൻ്റെ താഴോട്ട് 6 ഗുണം 11 എഴുതിയാലും കോമൺ ആയിട്ടുള്ള 9-ലുള്ള 3ഉം ഇവിടെ 6-ലുള്ള 3 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ക്രോസ് ഓപ്പോസിറ്റുള്ള അതിലുള്ള ഈക്വൽ ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 21 നിന്നും 22 ചേഞ്ച് ആയി. റവന്യൂ ഇനിഷ്യലി 21 ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്ര ആയി? റവന്യൂ 22 ഇപ്പോൾ എത്രയാണ് നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റവന്യൂ? 1/21. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു 1/21 എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് സംതിങ് ആണെന്ന് കണ്ടായിരുന്നു നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? 1/21 അതാ 4 16/21. ഇത് ഓർമ്മയുള്ള ഒരാൾക്ക്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഓപ്ഷനകത്ത് 4 പോയിന്റ് ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ 1/21 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 100/21 കഴിയുമ്പോൾ 4 പോയിന്റ് സംതിങ് വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ സി ഉള്ളൂ. വേറൊന്നും ചെയ്യണ്ട. ഇൻ ഓർഡർ ടു മാക്സിമൈസോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണോ അവർ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അവിടെ കണ്ടുപറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അത് വേഗം ക്യാച്ച് ചെയ്യാൻ നോക്കുക. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. യെസ്, ഇതൊക്കെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ഈസ് ഫസ്റ്റ് ഇൻക്രീസസ് ബൈ X%.
and then decreases by x percentage. If the new price is m by 100, find the original price. അപ്പോൾ എത്രയോ ഒറിജിനൽ പ്രൈസ് ഉണ്ടായിരുന്നു. ആദ്യം എന്ത് ചെയ്തു? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ പ്രൈസ് ഉണ്ടായിരുന്നു. ഇനിഷ്യൽ പ്രൈസ് നമുക്ക് അറിഞ്ഞില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഇൻക്രീസസ് ബൈ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എക്സ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ 100+x% ആവുകയാണ് അല്ലേ? ഒരു സാധനം 10% കൂടുന്നു പറഞ്ഞാൽ അത് അതിൻ്റെ 110% അല്ലേ ആവുന്നത്? ഈ 110 എന്ന് പറഞ്ഞാൽ എന്താ? 100 + 10 ആണ്. 100 + 10 ആണ്. ഒരു സാധനം 80, ഒരു സാധനം 20% കുറയുവാണെന്ന് പറഞ്ഞാൽ അതെന്താവും? അതിൻ്റെ 80% ആവും. ഓൾറെഡി അത് അതിൻ്റെ 100%ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 100 - 20 അങ്ങനെയല്ലേ 80 വരുന്നത്? എന്താണോ ഉണ്ടായിരുന്നത് ഓൾറെഡി ആ സാധനം 100%ആണ്. അപ്പോൾ അതിൽ നിന്ന് എത്ര കുറച്ചാലും 100-ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു അതിൻ്റെ സെയിം ബേസ് ആണെങ്കിൽ അത് കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ഉണ്ട്, അത് x% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താവും? 100+x% ആയി. 100+x% ബൈ 100 കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇത്രയും വാല്യൂ, പുതിയൊരു വാല്യൂ ഉണ്ടായി. ആ വാല്യൂ എന്ത് ചെയ്തു? വീണ്ടും x% കുറഞ്ഞു. 100 - x/100. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? m/100 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. ഫൈൻഡ് ദ ഒറിജിനൽ പ്രൈസ്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇവിടെ നിന്ന് തന്നെ എഴുതാം. ഒരു 100ഉം ഇവിടുത്തെ ഒരു 100ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ 100m ഡിവൈഡഡ് ബൈ 100m മേലോട്ട് പോകും. 100m മേളിൽ കിടക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. 100m ഡിവൈഡഡ് ബൈ 100+x × 100 - x. അതിങ്ങ് താഴെ വരും. 100+x × 100 - x എന്ന് പറഞ്ഞാൽ a + b × a - b, a² - b² ആണ്. രണ്ടെണ്ണത്തിൻ്റെ സമ്മും രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? ഫസ്റ്റിൻ്റെ സ്ക്വയർ. ഇപ്പോൾ 100ൻ്റെ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ക്വയർ. ഇപ്പോൾ 100ൻ്റെ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ക്വയർ എവിടെ ഉള്ളത്? ഓപ്ഷൻ സിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എമ്മും എക്സും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാണ്. അതെന്ത് ചെയ്യുക? അപ്ലൈ ചെയ്താൽ മാത്രം മതി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊന്ന് വായിച്ച് ചെയ്ത് നോക്കി. Meena scores 40% in an examination, and after review, even though her score is increased by 50%, she fails by 35 marks. If her post-review score is increased by 20%, she will have 7 marks more than the passing score. The percentage score needed for passing the examination. നമ്മൾ ഓൾറെഡി ഒരു എക്സാമിന് പാസ് മാർക്കിൻ്റെയും ഫെയിൽ ആവുന്നതിൻ്റെയും രണ്ട് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പാസ് മാർക്കും പാസ് പെർസെൻറ്റേജും എല്ലാം കണ്ടുപിടിച്ചാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മീന എന്ന് പറയുന്ന ഒരാൾ ക്യാറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. 40% മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുന്നുണ്ട്. റിവ്യൂ കഴിഞ്ഞതിന് ശേഷം 50% കൂടി. 50% കൂടിയിട്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? 35 മാർക്കിന് തോറ്റുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അസംഷൻ നടത്തേണ്ടി വരും. അതായത് നമുക്ക് ടോട്ടൽ മാക്സിമം ആയിട്ടുള്ള മാർക്ക്, മാക്സിമം അവൾക്ക് ആ ഒരു എക്സാമിന് 100 മാർക്കാണെന്ന് വെച്ചോ. അതിൽ മീനയ്ക്ക് ആദ്യം കിട്ടിയത് എത്രയാണ്? മീനയ്ക്ക് ആദ്യം കിട്ടിയത്, കാര്യം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 2 ഇൻക്രീസ് അവിടെ വരുന്നുണ്ട്. മീനയ്ക്ക് വരുന്ന എത്ര മാർക്കാണ്? 40 മാർക്കാണ്. അപ്പോൾ ഈവൻ ദോ ഹെർ സ്കോർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 50% എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസ് ചെയ്തത്? അവളുടെ സ്കോറാണ്. അവളുടെ സ്കോർ 50% കൂടി. അതായത് ആഫ്റ്റർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൂടിയ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ 50% കൂടി. അതായത് 40ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 40ൻ്റെ പകുതിയാണ്. 40 × 50%. 40 × 1/2 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 മാർക്ക് എന്താണ്? കൂടി. അതായത് മീനയ്ക്ക് എത്ര കിട്ടി? 60% മാർക്ക് കിട്ടി. 40% മാർക്ക് കിട്ടിയ ആളായിരുന്നു മീന. റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മീനയ്ക്ക് എന്ത് കിട്ടി? മാക്സിമം 100% ആണെന്ന് വെച്ചോ. അവർക്ക് 40% ആണ് കിട്ടിയത്. 100 40 ഒന്നും വിചാരിക്കേണ്ട. 100% മാർക്കാണ് മാക്സിമം. മീനയ്ക്ക് 40% ഓഫ് മാക്സിമം മാർക്കായിരുന്നു ഉള്ളത്. അവൾക്ക് റിവ്യൂവിന് ശേഷം അവളുടെ ഉണ്ടായിരുന്ന സ്കോർ എന്ത് ചെയ്തു? 50% കൂടി. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഉണ്ടായിരുന്ന സ്കോർ 50% കൂടി എന്ന് പറഞ്ഞാൽ 40% ആയിരുന്നു ഉണ്ടായിരുന്നത്. 40% ഓഫ് ടോട്ടലാണ് കേട്ടോ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ 40% ഓഫ് ടോട്ടലായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ പകുതിയും കൂടെ എന്ത് ചെയ്തു? അവൾക്ക് കൂടി. അതിൻ്റെ 50% കൂടി അവൾക്ക് ഇപ്പോൾ എത്ര മാർക്കുണ്ട്? 60% മാർക്കായി. എന്നിട്ട് ഇഫ് ഹെർ പോസ്റ്റ് റിവ്യൂ സ്കോർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അതായത് പോസ്റ്റ് റിവ്യൂ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. അതായത് റിവ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള സ്കോർ. അത് വീണ്ടും 20% കൂടിയാൽ, ഇതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 60ൻ്റെ 20% 12 ആണ്. 12 കൂടെ കൂടി എത്രയായി? അത് പോസ്റ്റ് റിവ്യൂ സ്കോർ ഇൻക്രീസ് ചെയ്തിട്ട് 72%. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് 7 മാർക്ക് കൂടുതൽ കിട്ടും പാസിങ്ങിന് സ്കോറിനേക്കാൾ. ഇപ്പം നമ്മുടെ എന്തായി? മറ്റേ ക്വസ്റ്റ്യൻ പോലായി. അതായത് അവൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ അവൾ 35 മാർക്കിന് തോക്കും.
എന്നാൽ അവൾക്ക് 72% മാർക്കുള്ളെങ്കിൽ അവൾക്ക് 7 മാർക്ക് കൂടുതൽ കിട്ടും പാസിംഗ് മാർക്കിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ പെർസെൻറ്റേജ് സ്കോർ നീഡഡ് ഫോർ പാസിംഗ് ദ എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ പെർസെൻറ്റേജ് സ്കോർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, 2% തന്നിട്ടുണ്ട്, 60%, 72%. അപ്പോൾ പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് എടുക്കുക, അതായത് 12%. 12% ഓഫ് മാക്സിമം മാർക്ക് അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മാർക്കുകളുടെ സമ്മായിരിക്കും. 7% കൂടുതലും ഇവിടെ 35 ലെസ്. ഇപ്പം 35 7 42. ഇത് മനസ്സിലാവാത്തൊരു എക്സാം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ഏകലവ്യ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് പാസിംഗ് മാർക്കിനെ എഴുതുന്ന ഇങ്ങനെയാണ്: 60% ഓഫ് മാക്സിമം മാർക്ക് മൈനസ് 35. അത് തന്നെ ആയിരിക്കും 72% ഓഫ് മാക്സിമം മാർക്ക് പ്ലസ് 7. പിന്നെ അത് നമുക്ക് എന്ത് കിട്ടും? 12% ഓഫ് മാക്സിമം മാർക്ക്. പക്ഷേ ഇത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. മുന്നോട്ട് പോയി ബാക്കിലോട്ട് പോയി ക്ലാസ്സുകൾ കാണുക. 12% ഓഫ് മാക്സിമം മാർക്ക് നമുക്ക് 42 നീട്ടി. നമുക്ക് എന്താ വേണ്ടുന്നത്? ദ പെർസെൻറ്റേജ് സ്കോർ നീഡഡ് ഫോർ പാസിംഗ് ദ എക്സാമിനേഷൻ. അപ്പോൾ 42 എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതാം. തിരിച്ചെങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ എഴുതാതെ നമുക്ക് വേണ്ടുന്നത് പെർസെൻറ്റേജ് സ്കോറാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? 12% എന്ന് പറഞ്ഞാൽ എത്ര മാർക്കാന്ന് കിട്ടി? 42 മാർക്കാന്ന് കിട്ടി. 42 എന്ന് പറഞ്ഞാൽ 12%. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താ? 35 മാർക്കിന് ഫെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 35% എന്ന് പറഞ്ഞാൽ എത്ര? 35 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര മാർക്കാന്ന്? 35 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അവർക്ക് 60% മാർക്ക് കിട്ടുമ്പോൾ എല്ലാം ടോട്ടലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ലെവൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്ക് 100% ആണ്. ടോട്ടൽ മാർക്ക് 100% ആണ്. അതിൻ്റെ 60% വാങ്ങിയാൽ അവൾ 35 മാർക്കിന് തോറ്റു പോകും. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് പാസിംഗ് പെർസെൻറ്റേജാണ് വേണ്ടത്. നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം, അവിടുന്ന് കണ്ടുപിടിക്കാം. ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 12% ഓഫ് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 42 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുന്ന് 35ന്റെ പെർസെൻറ്റേജ് വാല്യൂ കണ്ടുപിടിക്കാം, മാർക്കിൽ നിന്നും പെർസെൻറ്റേജ്. ഇവിടെ 42ൽ നിന്ന് 35 ആവാൻ വേണ്ടി റേഷ്യോ എത്ര വരുന്നത്? 7 വെച്ച് കിട്ടുമ്പോൾ നമുക്കിവിടെ 6:5 വരുന്നത്. അപ്പോൾ 6ന്റെ വാല്യൂ 12 എങ്കിൽ 5ന്റെ വാല്യൂ എത്ര വരും? 10 വരും. ഇതൊക്കെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 12 ആണ്, എന്നാൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും? 10% ആയിരിക്കും. അതായത് 35 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സിനാരിയോയിലെ ടോട്ടൽ മാർക്കിൻ്റെ എത്രയാണ്? 10%. ഇപ്പം നമ്മുടെ പാസ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60% വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10% കൂടെ വാങ്ങണം. 10% എന്ന് പറഞ്ഞാൽ 35 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 70% ഇവിടുത്തെ പാസിംഗ് മാർക്ക്. അപ്പോൾ വേറൊരു രീതിയിൽ കണ്ടുപിടിച്ചാലും ഇത്രയും ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി വേറെ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 72ൽ നിന്ന് എന്ത് ചെയ്യണം? 72ൽ നിന്നും 7 കുറച്ചാലും മതി, അതും പാസിംഗ് മാർക്കാണ്. അപ്പോൾ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ 42 12 ആണെങ്കിൽ 7 എത്ര? അപ്പം 7 എന്ന് പറഞ്ഞാൽ എത്ര റേഷ്യോ വരും? 6:1. 6ന്റെ വാല്യൂ 12 ആണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്? 2 വരും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. 72ൽ നിന്ന് 2% കുറച്ച് അങ്ങനെയും നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? കൺസെപ്റ്റ് ഫുള്ള് ക്ലാരിറ്റിയാണ് തരുന്നത്. നിങ്ങൾക്ക് തരുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ എന്താ അവിടെ ചെയ്തത്? ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു കാര്യമാണ് തന്നത്. 40% വാങ്ങി റിവ്യൂ കഴിഞ്ഞിട്ട് 50% കൂടി. അപ്പോൾ അതായത് ഇപ്പോൾ എത്രയായി? 60%. 40ന്റെ പകുതിയോട് കൂടി 60% മാർക്ക് അവൾ വാങ്ങി. അപ്പോൾ 60% വാങ്ങുമ്പോൾ അവൾ 35 മാർക്കിന് ഫെയിൽ ആവുന്നു. ഈ 60%ന്റെ സാധനം പിന്നെ 20% കൂടിയാൽ 72 ആയാൽ 7 മാർക്ക് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ കിട്ടി ഒരു ഇത്രയും പെർസെൻറ്റേജ് കിട്ടിയാൽ ഇത്രയും ഫെയിൽ ആവുന്നു, ഇത്രയും പെർസെൻറ്റേജ് കിട്ടിയാൽ ഇത്രയും കൂടുതൽ മാർക്ക് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡിഫറൻസ് ഓഫ് പെർസെൻറ്റേജ് എടുക്കുക, സം ഓഫ് മാർക്ക് എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 12% ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 42 മാർക്കാണ്. അപ്പോൾ നമുക്ക് പാസ് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. പാസിംഗ് പെർസെൻറ്റേജിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 35ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. 35 എന്ന് പറഞ്ഞാൽ 10% ചുമ്മാ മാക്സിമം മാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. 35 എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ റേഷ്യോ വന്നത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ 35 എന്ന് പറഞ്ഞാൽ 10% എന്ന് കിട്ടി. അപ്പോൾ 60%ത്തിൻ്റെ കൂടെ 10% കൂട്ടി എന്ത് ചെയ്തു? 70% മാർക്ക്. 70% ഓഫ് എന്താണ്? ടോട്ടൽ മാർക്കിൻ്റെ 70%. ഈ പാസിംഗ് മാർക്ക് എല്ലാം കണ്ടുപിടിക്കുന്നത് എന്തിലാണ്? ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒന്നും എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ക്വസ്റ്റൻ ഒന്നും എല്ലായിടത്തും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടത്തില്ല. യെസ്, അടുത്തൊരു ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എക്സാമിനേഷൻ ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. In an examination, the maximum possible score is n, while the pass mark is 45% of n. അപ്പം എന്നിൻ്റെ എത്രയാണോ മാക്സിമം ഉള്ളത് അതിൻ്റെ 45% മാർക്ക് വാങ്ങിയാലേ എന്താവത്തുള്ളൂ? പാസ് ആവത്തുള്ളൂ. ഒരു കാൻഡിഡേറ്റ് ഒബ്റ്റെയിൻസ് 36 മാർക്ക് ബട്ട് ഫാൾസ് ഷോർട്ട് ഓഫ് ദ പാസ് മാർക്ക് ബൈ 68%. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ ഇവിടെ പറയുന്നു 100% ആണ് നമ്മുടെ എന്നെങ്കിൽ പാസ് ചെയ്യാൻ വേണ്ടി എത്ര വേണം? 45% വേണം പാസ് മാർക്ക്. അപ്പോൾ കാൻഡിഡേറ്റിന് 36 മാർക്ക് കിട്ടുന്നുണ്ട്,
പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് മാർക്കിൽ നിന്നും 68% കുറച്ചേ കിട്ടുന്നുള്ളൂ. അതായത് പാസ് മാർക്കിൽ നിന്നും 68%, പാസ് മാർക്കിന്റെ 100%. പാസ് മാർക്കിന്റെ 68% കുറച്ചേ എന്ത് കിട്ടുന്നുള്ളൂ, 36 മാർക്ക് വാങ്ങിയാൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാസ് മാർക്കിന്റെ 68%, പാസ് മാർക്കിൽ നിന്നും 68% കുറച്ചെന്ന് പറഞ്ഞാൽ പാസ് മാർക്കിന്റെ 32% എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പോൾ പാസ് മാർക്കിന്റെ 32% നമുക്ക് എന്തെന്ന് കിട്ടി, 36 മാർക്കെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിനകത്ത് പാസ് മാർക്കിന്റെ ഫുൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ യെസ്, ഇവിടുന്ന് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത്ര എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 45% മാക്സിമം മാർക്കിന്റെ 45. ഇവിടെ ബേസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിൽ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 36 മാർക്ക് വാങ്ങുമ്പോൾ അയാൾ പാസ് മാർക്കിനേക്കായോ 68% വാങ്ങുന്നത്, കുറച്ചാണ് വാങ്ങുന്നത്. അപ്പോൾ 32% എങ്ങനെ കിട്ടിയ 100 മൈനസ് 68. പാസ് മാർക്കിന് 100%. അപ്പോൾ പാസ് മാർക്കിന് 32%ന്റെ വാല്യൂ ആണ് 36. പാസ് മാർക്കിന്റെ 100% കണ്ടുപിടിച്ചാൽ എന്തായി, ഇതാണ് നമ്മുടെ പാസ് മാർക്ക്. ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ് മാർക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാർക്കിന്റെ എത്ര ശതമാനമാണ്, 45%. എന്നാൽ ടോട്ടൽ മാർക്കിന്റെ 100% കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ടോട്ടൽ മാർക്ക് കിട്ടും. ടോട്ടൽ മാർക്കാണ് എന്തെന്ന് പറയുന്നത്, n എന്ന് പറയുന്നത്. ഞാൻ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? 32% പാസ് മാർക്കാണ് നമുക്ക് 36 തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 32 എടുത്തത്, പാസ് മാർക്കിനേക്കായും 68% കുറച്ച് വാങ്ങുമ്പോൾ നമുക്ക് 36 മാർക്കാണ്. അപ്പോൾ പാസ് മാർക്കിനേക്കായി 68% കുറച്ചെന്ന് പറഞ്ഞാൽ 100 മൈനസ് 68 ആണ്. ഓൾറെഡി പാസ് മാർക്കിന്റെ 100%. 32% പാസ് മാർക്കാണ് 36. എന്നാൽ 100% പാസ് മാർക്ക് അതൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ് മാർക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടലിന്റെ 45% ആണെന്ന് തന്നിട്ടുണ്ട്. 45% ഓഫ് ടോട്ടലാണ് ഈ തന്നിട്ടുള്ളത്. എന്നാൽ 100% ഓഫ് ടോട്ടൽ വേണം. അപ്പോൾ ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 9 വെച്ച് ഇവിടെ ഒരു 5 പോകുമ്പോൾ ഇവിടെ 20 വന്നു. ഇവിടെ 9 ഉണ്ട്, 9നെ വെച്ചുമ്പോൾ ഇവിടെ 4 വന്നു, ഇവിടെ 8 വന്നു. വേറെ എന്തുണ്ട്, 8-നകത്ത് ഇവിടെ 2.5 2.5 ഇൻറ്റു 100, അതായത് 250. എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 250 വന്നു. അപ്പോൾ n 250 എന്ന് പറഞ്ഞാൽ ഓപ്ഷനകത്ത് n 250 എന്ന് ഓപ്ഷൻ ചെയ്തുണ്ട്. 243-നും 252-നും ഇടയ്ക്കാണ് ആരെന്ന് പറയുന്നത്, n എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആ സമയത്തൊക്കെ കുറച്ച് വെറൈറ്റി ആയിരുന്നു ഈ ക്വസ്റ്റൻ. പക്ഷെ ഇപ്പം ഇതൊക്കെ എന്തായിട്ടുണ്ട്, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റൻ, ദ വെയിറ്റ് ഓഫ് iron bucket increases by 3/1/3% when filled with water to 50% of capacity. What is the weight of bucket when it is completely filled with 5 kg liquid? ഇതൊന്നുമില്ല, ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒരു അയൺ ബക്കറ്റ് ആണ്. അയൺ ബക്കറ്റിന്റെ വെയിറ്റ് എത്ര കൂടുന്നു, 33/3. ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്തോണം കേട്ടോ, 3/1/3 അല്ല, 33/1/3 ആയിക്കോ. 33/1/3. ഇപ്പോൾ 33/1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷനിൽ, 1/3 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് അയൺ ബക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബൈ 1/3 വെൻ ഫിൽഡ് വിത്ത് വാട്ടർ ടു 50% ഓഫ് കപ്പാസിറ്റി. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ബക്കറ്റ് വെൻ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 5 kg ലിക്വിഡ്. 5 kg ലിക്വിഡ് വെക്കുമ്പോൾ ബക്കറ്റിന്റെ വെയിറ്റ്, ഓക്കെ, ബക്കറ്റിന്റെ വെയിറ്റ് എത്ര ആണെന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്, ടോട്ടൽ 5 കിലോ ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ലിക്വിഡ് 5 കിലോ ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ കേസിൽ 50% ഓഫ് കപ്പാസിറ്റി വെക്കുന്ന സമയത്ത്, 50% കപ്പാസിറ്റി വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 5 കിലോ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ലിക്വിഡിന്റെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ 5 കിലോയുടെ പകുതി എത്രയാണ്, 2.5 കിലോ. അതായത് ഇനിഷ്യൽ കേസിൽ നമ്മൾ എത്ര കിലോ ആണ് ഒഴിക്കുന്നത്, 2.5 കിലോ. അപ്പോൾ 2.5 കിലോ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ഓഫ് അയൺ ഇൻക്രീസസ് ബൈ 1/3 when filled with water to 50% of capacity. ഓക്കെ, അപ്പോൾ 2.5 കിലോ ആണ് ഇനിഷ്യലി വെള്ളം ഒഴിച്ചെന്ന് വെച്ചു, 2.5 കിലോ ആണ് വെള്ളം ഒഴിച്ചെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബക്കറ്റിന്റെ വെയിറ്റ് എത്ര വരും, ബക്കറ്റ് ഇൻറ്റു 1/3. അതായത് ഇനിഷ്യലി ആ ഒരു വെള്ളം ഒഴിക്കുന്ന 5 കിലോ ഒഴിച്ചെങ്കിൽ 50% കപ്പാസിറ്റിക്കാണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. അതായത് 3 ഇനിഷ്യൽ ബക്കറ്റിന്റെ വെയിറ്റ് എങ്കിൽ നമ്മളുടെ ഈ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എന്താവും, അത് 4 ആവും. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എന്താവും, 4 ആവും. അപ്പോൾ ബക്കറ്റിന്റെ ഒരു പാർട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, 3 ഇനിഷ്യലി ബക്കറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1/3 കൂടുന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്രീസസ് ബൈ 1/3. അതായത് ഇനിഷ്യലി 3 വെയിറ്റ് ഉള്ള അയൺ ബക്കറ്റ് വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ എന്താവും, ഇപ്പോൾ എത്ര വെള്ളം ഒഴിക്കുന്ന, 50% ഓഫ് വെള്ളം ഒഴിക്കുന്ന കപ്പാസിറ്റിയിലുള്ള
വെള്ളമാണ്. കാര്യം കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 5 കിലോഗ്രാം ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ആ ഒരു ഫുൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 കിലോ ലിക്വിഡ് ഒഴിക്കാം. വെള്ളം ആയിക്കോട്ടെ, വെള്ളമാണ് 5 കിലോ ആണ് ടോട്ടൽ. ഇപ്പോൾ 50% കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ 5 കിലോ ആണെങ്കിൽ അതിൻ്റെ പകുതി 2.5 കിലോ ആണ് അതിൻ്റെ 50% കപ്പാസിറ്റി. അപ്പോൾ അത്രയും വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വെയിറ്റ് 1/3 കൂടുന്നുണ്ട്. അതായത് നമ്മൾ 1/3 കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ 1/3യിൽ 3 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെയിറ്റ് ആണെങ്കിൽ ആ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് 1 കൂടും. ആ ഒഴിക്കുന്ന വെള്ളമാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ 2.5 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ബക്കറ്റിൻ്റെ വെയിറ്റ് ഇൻറ്റു 1/3 അതാണ് നമ്മളുടെ 2.5 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മളുടെ 2.5 കിലോ. നമുക്ക് 3 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ബക്കറ്റിൻ്റെ ഇനിഷ്യൽ വെയിറ്റ് കിട്ടും. അപ്പോൾ ബക്കറ്റിൻ്റെ വെയിറ്റ് എന്താണ്, നമ്മൾ 3 × 2.5 7.5 ആണ് ബക്കറ്റിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബക്കറ്റിൻ്റെ വെയിറ്റ് കിട്ടി. ബക്കറ്റിൻ്റെ വെയിറ്റ് കിട്ടി. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബക്കറ്റ് വെൻ ദ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 5 കിലോ ലിക്വിഡ്. ഇത് അയൺ ബക്കറ്റാണ്. അപ്പോൾ ബക്കറ്റ് മാത്രമുള്ള വെയിറ്റ് ആണ് 7.5 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 7.5യുടെ കൂടെ എത്ര വെള്ളം കൂടി ഒഴിക്കും, 5 കിലോ വെള്ളം കൂടി ഒഴിക്കും. 7.5 + 5 12.5 കിലോ ആയിരിക്കും എന്ത് പറയുന്നത്, ആ ഒരു വെള്ളവും കൂടി ഒഴിക്കുന്ന സമയത്ത് ബക്കറ്റ് പ്ലസ് വാട്ടറിൻ്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അയൺ ബക്കറ്റ് ഇൻക്രീസസ് ബൈ 1/3, അതായത് 3 എന്നുള്ളത് 4 ആവും. എപ്പോൾ ഫിൽഡ് വിത്ത് വാട്ടർ 50% കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ 50% കപ്പാസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാം. 5 കിലോ ആണ് കംപ്ലീറ്റ്ലി ഫില്ലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 50% 2.5 കിലോ ആണ്. അപ്പോൾ 2.5 കിലോ ഒഴിക്കുമ്പോൾ ഇനിഷ്യലി 3 ഉണ്ടായിരുന്നത് 4 ആവും. ഇതിൻ്റെ അർത്ഥം എന്താ, ഒഴിക്കുന്നത് എന്തായിരിക്കും, ഈ എക്സ്ട്രാ വരുന്നത് ഇതാണ് ഒഴിക്കുന്നത്. അതായത് ചുമ്മാ ഈ അയണിൻ്റെ വെയിറ്റ് ഒന്നും കൂടത്തില്ല. ഒഴിക്കുന്ന 1 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.5, 3 യൂണിറ്റിൻ്റെ വാല്യൂ 7.5. ഇതെന്ത് ചെയ്യാം, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് 10ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അതിനും കറക്റ്റായിട്ട് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സും കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടാൽ അറിയാം നിങ്ങളുടെ ഒരു പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സൊക്കെ എത്ര സമയം നിങ്ങൾക്ക് മാക്സിമം തരും. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് തന്നെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു ക്ലാസ്സാണ്, ഇങ്ങനെ 20ൽ പുറത്ത് ക്ലാസ്സുകൾ നമ്മളുടെ ഏകലവ്യ ബാച്ചിൽ കാണും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ടൈം എടുക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ പെർസെൻറ്റേജ് ഒക്കെ റിവിഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ഇതിൽ നല്ല സോഴ്സ് നിങ്ങൾക്ക് വേറെ ഇല്ല പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ, ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇതിപ്പോൾ 110 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മളുടെ പെർസെൻറ്റേജിൽ നിന്നും. ഇനി ഒരു 125, ഒരു 15 ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവും. കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ആക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണണം, ഒരുമിച്ച് കൂടെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് തപ്പി ചെയ്യാതെ ഒറ്റ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കണം, എല്ലാവരും അറിയണം. നമ്മളുടെ ഹിന്ദിക്കാർ മാത്രമല്ല, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവരും മുന്നോട്ടുള്ള ക്ലാസ്സുകൾ, അർജുന ബാച്ചിലെ ക്ലാസ്സുകൾ, നിങ്ങൾ മെയിൻസ് ഒക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ മസ്റ്റാണ് അർജുന ബാച്ചിലൊക്കെ ക്ലാസ്സുകൾ മസ്റ്റായിട്ട് കണ്ടു തുടങ്ങിക്കോളുക. ബാക്കിയെല്ലാം റെയിൽവേക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റായിട്ട് പറയുക. റെയിൽവേക്ക് നമ്മുടെ NTPCയുടെ മുടങ്ങിക്കിടക്കുന്ന ക്ലാസ് മാത്സിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം കുറവ് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാത്തത്. യെസ്, അപ്പോൾ ഒലീബോണിൻ്റെ ലൈവ് എന്തായാലും ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ ചെയ്യും മെയിൻസിന് വേണ്ടിയുള്ളത്. പിന്നെ നമ്മുടെ അർജുന ബാച്ച് ബാക്കി റെസ്യൂം ചെയ്യും, ഇന്ന് തന്നെ തുടങ്ങും. യെസ്, ഇന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. യെസ്, ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ സജഷനൊക്കെ കമൻറ്റായിട്ട് പറയുക. എല്ലാവരും മസ്റ്റായിട്ടും കമൻറ്റായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.